ആഹിത മനോഹര പുണ്യം വിളയും ചരിത്രമെഴുതും വരാപ്പുഴ. പെരിയാർ നദിയുടെ കുഞ്ഞോളങ്ങൾ തഴുകി നനച്ചൊരു വരാപ്പുഴ. വരാപ്പുഴ വരാപ്പുഴ കേരള സഭയുടെ മാതാവാകും വരാപ്പുഴ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യം വ്യക്തമാക്കുന്നതും പരിസ്ഥിതി നാശം കുറയ്ക്കുന്നതിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്ന 2015 ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പ്രകൃതിയെ വരും തലമുറയ്ക്കായി നന്നായി പരിപാലിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിസ്ഥിതിയുടെ പുണ്യവാളനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ കഴിഞ്ഞ ഒക്ടോബർ 4 പുതിയ ചാക്രിക ലേഖനവും പാപ്പ പുറത്തിറക്കി. പരിസ്ഥിതിയോട് ചെയ്യുന്ന അപരാധങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപമാണെന്നും തരിച്ചു കിടക്കുന്ന ഭൂമി ദൈവത്തിൻ്റെ മുൻപിൽ യഥാർത്ഥത്തിൽ നിലവിളിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഫ്രാൻസിസ് പാപ്പ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. മറ്റേതു പ്രവർത്തനങ്ങളെക്കാളും പ്രാധാന്യം പരിസ്ഥിതി പ്രവർത്തനത്തിന് കൊടുക്കണം എന്ന സഭയുടെ തിരിച്ചറിവിൻ്റെ ഫലമായുണ്ടായ ചെറിയൊരു കാൽവയ്പ്പാണ് എല്ലാ ഇടവകകളിലും പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നത്. അതിൻ്റെ ഫലമായാണ് വരാപ്പുഴ അതിരൂപതയിൽ പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു വരുന്നത്. ഇന്ന് ആദ്യമായി അതിരൂപതാതലത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്നു. വരാപ്പുഴ അതിരൂപത സോഷ്യൽ മിനിസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി കമ്മീഷന്റെ ഡയറക്ടർ സ്ഥാനം ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയച്ചൻ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്താണ്. കേരള സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം സുരക്ഷാ പദ്ധതിയോട് ചേർന്ന് വരാപ്പുഴ അതിരൂപതയിലെ സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അതിരൂപതാംഗങ്ങളെ ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് വിവിധ കർമ്മപരിപാടികൾ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി ഇടവകകളുടെ കീഴിൽ തരിച്ചു കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കി വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇടവക കാർഷിക ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് പരിസ്ഥിതി കമ്മീഷനായിരുന്നു. പൊറ്റക്കുഴിയിൽ 2.5 ഏക്കർ സ്ഥലം കൃഷിയോഗ്യമാക്കി വൻതോതിൽ പച്ചക്കറി വാഴക്കൃഷികൾ ആരംഭിച്ചു. കൂടാതെ കരനെല്ലും 50 സെന്റ് സ്ഥലത്ത് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ കൃഷി ചെയ്തു. ആയതിന്റെ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മന്ത്രി പി പ്രസാദായിരുന്നു. നൂറുമേനി നേട്ടമാണ് കലൂർ പൊറ്റക്കുഴി ചെറുപുഷ്പം ദേവാലയം. 50 സെന്റിന് മുകളിൽ കൃഷി ചെയ്യാൻ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. പള്ളിയോട് ചേർന്ന 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് കലൂർ പൊറ്റക്കുഴി ചെറുപുഷ്പം ദേവാലയം. കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ഇവിടെ പരീക്ഷിച്ചു വിജയിച്ച കരനെല്ല് കൃഷിയുടെ വിളവെടുപ്പിനായി മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തുകയായിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താനായി അയൽ സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിക്കാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. തുടർന്ന് കൃഷി വകുപ്പിന്റെ ധനസഹായത്താൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ പദ്ധതി പൊറ്റക്കുഴിയിൽ നടപ്പിലാക്കി. എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും പരിസ്ഥിതി കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി പരിസ്ഥിതി ക്ലബ്ബുകൾ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ പരിസ്ഥിതി കമ്മീഷൻ ശ്രമം ആരംഭിച്ചു. 2022 ജൂൺ 5 പോണേക്കര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവകയിൽ പരിസ്ഥിതി ക്ലബ്ബ് രൂപീകരണത്തിന്റെ അതിരൂപതാ തല ഉദ്ഘാടനം നടത്തി. പരിസ്ഥിതി ക്ലബ്ബിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. തുടർന്ന് പൊറ്റക്കുഴി, തൈക്കൂടം, യൂദാപുരം ഇടവകകളിലും 2022 വർഷത്തിൽ തന്നെ പരിസ്ഥിതി ക്ലബ്ബുകൾ നിലവിൽ വന്നു. പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ വരാപ്പുഴ അതിരൂപത സോഷ്യൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള 7 കമ്മീഷനുകളിൽ ബെസ്റ്റ് കമ്മീഷൻ അവാർഡിന് കമ്മീഷൻ ഫോർ എൻവയോൺമെന്റിനെ തിരഞ്ഞെടുത്തു. ജൂൺ 13, 2022 ESSൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങി. കേരള സർക്കാർ പ്രഖ്യാപിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പരിപാടിയുടെ ഭാഗമായി വിവിധ ഇടവകകളിൽ പദ്ധതി നടപ്പിലാക്കാൻ സഹായിച്ചു. 2022 ജൂലൈ 24 മുതൽ എല്ലാ വർഷവും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വൈപ്പിൻകരയിൽ കൊടുങ്ങാശ്ശേരി ഭാഗത്തുള്ള ശ്രീ മര്യാദാസിൻ്റെ പൊക്കാളി കൃഷിയിടത്തിൽ ഞാറുനടിയിൽ പരിപാടിയിൽ സഹായിച്ചു വരുന്നു. 24/7/2022 നടന്ന ഞാറുനടിയിൽ പരിപാടിയിൽ വാർഡിൽ സെയിൻറ് ജോർജ് ഇടവക വികാരി റവറൻഡ് ഫാദർ സാബു നെടുനിലത്ത്, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ എന്നിവരും സഹായിച്ചു.
2022 ജൂലൈ മാസത്തിൽ നടന്ന രൂപതാ സിനഡിൽ എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും പരിസ്ഥിതി ക്ലബ്ബുകൾക്ക് രൂപം കൊടുക്കുക എന്ന ആശയം പരിസ്ഥിതിയെ സംബന്ധിച്ച പ്രമേയത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോയി. കൃഷി വകുപ്പ് സൗജന്യമായി വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകൾ ശേഖരിച്ച് ആവശ്യമുള്ള ഇടവകളിൽ എത്തിക്കുവാൻ പരിസ്ഥിതി കമ്മീഷൻ മുൻകൈയെടുത്തു. കാർഷിക പ്രവർത്തനങ്ങൾക്കൊപ്പം ഇടവകളെ പരിസ്ഥിതി സൗഹൃദ ഇടവകളാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നു. പൊറ്റക്കുഴി പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ LFUP സ്കൂളിലെ കുട്ടികൾക്ക് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾക്ക് പകരം ഉപയോഗിക്കുന്നതിനായി സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ സമ്മാനിച്ചു. 2022 ഓഗസ്റ്റ് മാസത്തിൽ പരിസ്ഥിതി കമ്മീഷൻ കുറഞ്ഞ നിരക്കിൽ കുറ്റിക്കുരുമുളക് തൈകൾ വിവിധ ഇടവകളിൽ ലഭ്യമാക്കി. 2022 ഓഗസ്റ്റ് 30 പരിസ്ഥിതി കമ്മീഷന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം സന്ദർശിച്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലം പ്രതിസന്ധിയിലായ മത്സ്യത്തൊഴിലാളികളുടെ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന വിക്ടിംസ് റൈറ്റ് സെന്റർ വഴി റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകർക്ക് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് എന്നിങ്ങനെയുള്ള കൃഷിരീതികളിൽ പരിശീലനം നൽകുന്നതിനായി 2022 സെപ്റ്റംബർ മാസം നായരമ്പലം ശ്രീ ജോണി വട്ടത്തറയുടെ കീഴിൽ ക്ലാസ് നടത്തി. പുതുതായി രൂപം കൊണ്ട യൂദാപുരം പരിസ്ഥിതി ക്ലബ്ബിലെ യുവജനങ്ങൾ പ്രധാനമായും ക്ലാസ്സിൽ പങ്കെടുത്തു. കൂടുതൽ ഇടവകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പരിസ്ഥിതി ക്ലബ്ബുകൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ 22 മാർഗനിർദ്ദേശങ്ങൾ സോഷ്യൽ മിനിസ്ട്രി ഡയറക്ടർ മാർട്ടിൻ ചേർന്ന് തയ്യാറാക്കി. 2023 ഏപ്രിൽ മാസം 30 നടന്ന എക്സോഡസിൽ മാർഗരേഖ കേന്ദ്ര സമിതി ഭാരവാഹികൾ മുമ്പാകെ അവതരിപ്പിക്കുകയും അതുവഴി എല്ലാ ഫൊറോനയിലെയും കൂടുതൽ ഇടവകളിലേക്ക് പരിസ്ഥിതി ക്ലബ്ബുകൾ വ്യാപിക്കുകയും ചെയ്തു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സംരക്ഷണം, കൃഷി എന്നിവയിൽ ആഭിമുഖ്യം വളർത്താൻ ഉദ്ദേശിച്ച് പരിസ്ഥിതി ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിൻ്റെ അതിരൂപതാതല ഉദ്ഘാടനം 2023 ജൂൺ 5 കളമശ്ശേരി സെയിൻറ്റ് പോൾസ് കോളേജിൽ വെച്ച് നടത്തി. ആയതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ന്യായാധിപൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. 2023 ജൂൺ 23 നീറിക്കോട് ഇടവകയിലും ജൂലൈ 23 തോമസ് പുര ഇടവകയിലും പരിസ്ഥിതി ക്ലബ്ബുകൾ നിലവിൽ വന്നു. 2023 ഓഗസ്റ്റ് 5 വാടയിൽ കുടുങ്ങാശ്ശേരി ഭാഗത്ത് പൊക്കാളി കൃഷി ഞാർനടിയിൽ പരിപാടിയിൽ വീണ്ടും പങ്കെടുത്തു. എല്ലാ ഫൊറോനകളിലും പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി പുതുതായി 10 കോർഡിനേറ്റർമാരെ തിരഞ്ഞെടുത്ത് ചുമതലയേൽപ്പിച്ചു. 1-ാം ഫൊറോന സനിൽ ആന്റണി, 2-ാം ഫൊറോന അഡ്വക്കേറ്റ് സെറീന, 3-ാം ഫൊറോന സിബി വർഗീസ്, 4-ാം ഫൊറോന അലക്സി പാവന, 5-ാം ഫൊറോന ബൈജു ആന്റണി ജോൺസൺ പള്ളിലാങ്കര, 6-ാം ഫൊറോന ബാസ്കിൽ തോമസ്, 7-ാം ഫൊറോന രാജീവ് പാട്രിക് ഹെൻറി നീറിക്കോട്, 8-ാം ഫൊറോന ബേസിൽ മുക്കത്ത്. ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്നു. ഓരോ ഫൊറോനയിലും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഇടവകകൾ സെബാസ്റ്റ്യൻ കറുകപ്പിള്ളിയച്ചൻ്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഏപ്രിൽ 22 പെരുമാനൂർ ഇടവക സന്ദർശിച്ചു. കേന്ദ്ര സമിതിയും പരിസ്ഥിതി ക്ലബ്ബും ഒത്തുചേർന്ന വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. പള്ളിയും പരിസരങ്ങളും കൂടുതൽ ഹരിതാഭമായി നിലനിർത്തുന്നു. അതേ ദിവസം തന്നെ ഇടയക്കുന്ന ഇടവകയെ സന്ദർശിച്ചു. പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നു. ഏപ്രിൽ 23 പോണിൽ ഇടവകയും പൊറ്റക്കുഴി ഇടവകയും സന്ദർശിച്ചു. ഏപ്രിൽ 24 തൈക്കൂടം, തോമസ്പുരം. ഏപ്രിൽ 29 ചരിയന്തുരുത്ത്, നീറിക്കോട്. ഏപ്രിൽ 30 പള്ളിലാങ്കര, 8 ഏക്കർ യൂദാപുരം. മെയ് 3 പുതുവൈപ്പ്, മഞ്ഞനക്കാട് ഇടവകളും സന്ദർശിച്ചു. ജൂൺ 2 പുതുതായി എടവനക്കാട് പരിസ്ഥിതി ക്ലബ്ബ് രൂപീകരിച്ചു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷം ഭൂരിഭാഗം ഇടവകകളിലും നടത്തി. സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ തുടങ്ങിയ 6 ഇടവകളെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡിനായി തിരഞ്ഞെടുത്തു. ചെടികൾ നട്ടുപിടിപ്പിച്ച് അലങ്കരിച്ച മികച്ച പരിസ്ഥിതി സൗഹൃദ സെമിത്തേരി തൈക്കൂടം ഇടവക പരിസ്ഥിതി ക്ലബ്ബ്. ഇടവക പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നീറിക്കോട് ഇടവക പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളാണ്. മഴവെള്ള സംഭരണി, ദേവാലയത്തിൽ ഒരുക്കിയ ഇടവക, മാലിന്യ സംസ്കരണത്തിൻ്റെ നൂതന ആശയങ്ങൾ എന്നിവ നടപ്പാക്കുന്നത് 8 ഏക്കർ സെയിൻറ്റ് ജൂഡ് ചർച്ച് പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളാണ്.
കേന്ദ്ര സമിതിയും പരിസ്ഥിതി ക്ലബ്ബും ഒത്തുചേർന്ന് ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെ കാർഷിക വിഭവ സമാഹരണ പദ്ധതി നടപ്പിലാക്കുന്നത് പുതുവൈപ്പ് ഇടവകയാണ്. ദേവാലയ പരിസരത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുക്കുന്നതിന് നേതൃത്വം നൽകുന്നത് യൂദാപുരം ഇടവക പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളാണ്. ദേവാലയ പരിസരത്ത് ബൊട്ടാണിക്കൽ ഗാർഡനും ദേവാലയ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തെങ്ങിൻ തോപ്പും വാഴകൃഷിയും ഒരുക്കുന്നത് കോണേക്കര പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളാണ്. വിവിധ ഇടവകളിൽ മികച്ച രീതിയിൽ പരിസ്ഥിതി സൗഹൃദ ജൈവവളം ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്ന 22 പേരെ ഇന്ന് ആദരിക്കുന്നു. പരിസ്ഥിതി ക്ലബ്ബുകൾ ആരംഭിച്ച് 2 വർഷം പൂർത്തിയാവുന്ന വേളയിൽ വരാപ്പുഴ അതിരൂപതയിലെ ഇടവകളിലുള്ള പരിസ്ഥിതി കാർഷിക പ്രവർത്തക കൂട്ടായ്മയായ ഹരിതം 2024 ഒരുക്കുന്നതിന് സഹായിച്ച ഏവരെയും, പ്രത്യേകിച്ച് ആതിഥ്യം നൽകുന്ന പെരുമാനൂർ സെയിൻറ് ജോർജ് ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികർ, പാരിഷ് കൗൺസിൽ ഭാരവാഹികൾ, കേന്ദ്ര സമിതി അംഗങ്ങൾ, പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകർ എന്നിവരെ പരിസ്ഥിതി കമ്മീഷന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നതിനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പരിസ്ഥിതി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലമായ നേതൃത്വം നൽകുന്ന സെബാസ്റ്റ്യൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാതെ ഈ റിപ്പോർട്ട് പൂർണ്ണമാവില്ല. യൂദാപുര ഇടവകയിൽ കുട്ടിക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് കുടുംബ യൂണിറ്റുകൾ വഴി വിത്തുകൾ വിതരണം ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ വേദപാഠം പ്രവേശനോത്സവം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് യൂദാപുര ഇടവക ആഘോഷിച്ചത്. തരിശായി കിടന്ന പ്രദേശം മുഴുവൻ വൃക്ഷത്തൈകൾ നട്ടു. ഈ മാസത്തെ തിരുക്കർമ്മങ്ങളെല്ലാം പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികളോടെയാണ് യൂദാപുരത്ത് നടപ്പിലാക്കിയത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി വരുന്ന അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, എബിജിനച്ചൻ, മാർട്ടിനഴിക്കത്തച്ഛൻ, യേശുദാസ് പഴമ്പള്ളിയച്ചൻ, കേരള സിസി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് എന്നിവർക്കും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നിയുക്ത സഹായ മെത്രാൻ മോൺസിഞ്ഞോർ ആന്റണി വാലിങ്കൽ, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, TJ വിനോദ് MLA, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രീമതി ശശികല, സിന്ധു P ജോസഫ്, രമേശ് കുമാർ, ജോഷി പോൾ എന്നിവരെയും സ്ഥലം കൗൺസിലർ ശ്രീമതി പത്മജിയെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ റിപ്പോർട്ട് സാദരം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നു.